തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണ്. ആശാ വർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. CITUവും ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിലാണ്. വലിയ തോതിലുള്ള പ്രക്ഷോഭം അവരും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് തങ്ങൾക്ക് വിനയാകുന്നത് എന്നാണ് ആശാ വർക്കർമാരുടെ സംഘടനയായ CITU വ്യക്തമാക്കുന്നത്. നമ്മളോടൊപ്പം ആശാ വർക്കറായ ശ്രീജ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ? ഞങ്ങളിപ്പം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഗർഭിണികളെ കുട്ടികളെ സ്ഥിരം വിസിറ്റ് ഞങ്ങൾക്ക് വേണം. ഡെയിലി ആഴ്ചയിൽ ഗർഭിണികളെ വിസിറ്റ് ഞങ്ങൾ ചെയ്ത് റിപ്പോർട്ട് കൃത്യമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 90 വീട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി എല്ലാ മാസത്തിൽ നമുക്ക് റിപ്പോർട്ട് കൊടുക്കണം. അതിന് പുറമെ മറ്റ് അധിക ജോലികൾ വരുമ്പോൾ അതുകൂടെ ഞങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അത് ഉപാധിരഹിതമായിട്ട് ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അതുകൂടാതെ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ശൈലി സർവേ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർവേയിൽ ഉൾപ്പെട്ട സർവേ തന്നെ കൂടുതലായി ലെപ്രസി സർവേ, TB സർവേ എന്ന് പറഞ്ഞാൽ അധിക ജോലി അതുകൂടെ നമ്മളെ കൊണ്ട് ഇപ്പം ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ശൈലി സർവേൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി എല്ലാവരും ചെയ്തു കഴിഞ്ഞൊരു സർവേയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അധിക ജോലി നമ്മളെ എടുപ്പിക്കാണ്ട് എല്ലാ ജോലിക്കും നിശ്ചിതമായി എല്ലാവർക്കും ഒരേ വേതനം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമരത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് വേതനം കിട്ടണം. ഇത് ഞങ്ങൾക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ വേതനം കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും ഈ ഒരു ജോലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് 99% ആശമാരും. അപ്പം എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേതനം വേണം. ഈ വേതനത്തിന് തടസ്സം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? വേതനം കിട്ടാതിരിക്കുന്നതിന് തടസ്സം കേന്ദ്രം നൽകേണ്ട എത്ര ശതമാനമാണോ നമുക്ക് തരുന്നത് അത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തടസ്സമില്ലാതെ വേതനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളം നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുപാതമായിട്ട് കേന്ദ്രം നൽകേണ്ട തുക കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. കിട്ടാത്തത് കൊണ്ട് തന്നെയാണോ നിങ്ങളുടെ പ്രശ്നം? അതെ, നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം അത് ഏത് രീതിയിലാണ് കാണുന്നത്? അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ആശാ വർക്കർ? ഇല്ല, ഇപ്പം അവർ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, അത് നമ്മുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അതിനകത്ത് അണിചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സമരമായിട്ടാണ് നമ്മുടെ CIT സംഘടനയിലുള്ളവർ തീർച്ചയായിട്ടും അതിനെ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ സംഘടനയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ ഇടയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന സമരമായിട്ടുള്ളത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് എത്ര ആൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ആശാ വർക്കർമാരുടെ ഭൂരിഭാഗം ആശാ വർക്കർമാരും CITUവിനൊപ്പമാണ്. അതെ, ഭൂരിപക്ഷം ആൾക്കാർ CIT സംഘടനയിൽ ഉൾപ്പെട്ടവരാണ്. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇത്തരം ഉപാധി രഹിതമായി ഇൻസെൻറ്റീവ് കിട്ടാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർ അവിടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അവർ പറയുന്നതും ശരിയല്ലേ എന്ന ചിന്ത അവർക്കുണ്ടാകില്ലേ? കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരാനിടയില്ലേ? ഒരിക്കലുമില്ല. കാരണം അവർ പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. CITUവിൻ്റെ അടിസ്ഥാനത്തിൽ CITU സംഘടനയിൽ ഉറച്ചു നിൽക്കുന്ന ഞങ്ങളെല്ലാവരും അവർ പറയുന്ന ആവശ്യങ്ങൾ ഇതിനു മുന്നേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവരവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതിൽ വേറെ ഒരു ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത് മുന്നേ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ അവരവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. INTUC ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളുണ്ടോ ഈ ആശാ വർക്കർമാർക്കിടയിൽ? ഉണ്ടല്ലോ, ഉണ്ട്. അവരും ഈ തിരുവനന്തപുരത്തെ ഈ സമരത്തിന് പിന്തുണയില്ല. INTUCയിലുള്ളവർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ആൾ തന്നെ നമ്മളെ സംഘടന CITUവിലുണ്ട്. അവരൊന്നും നമ്മുടെ കൂട്ടത്തൊന്നും പോയിട്ടില്ല. അവരിപ്പോൾ നമ്മളെ കൂടെ തന്നെയാണ് ഉള്ളത്. കോൺഗ്രസ്സുകാരും CITU തന്നെയുണ്ട്. കോൺഗ്രസ്സുകാർ CITU തന്നെയുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ ഒന്നിച്ച് തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് സമരം ചെയ്യുന്നത് ആരാന്ന് നമുക്കറിയില്ല. അതിന് അവിടെ ഉള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ജില്ലാ തലങ്ങളിൽ അവർക്ക് പിന്തുണയൊന്നുമില്ല. ഞാൻ ശ്രീകണ്ഠാപുരം ഏരിയയിലുള്ള ഒരു ആശാ വർക്കറാണ്. നമ്മൾ ശ്രീകണ്ഠാപുരം ഏരിയയിലുള്ള ഒരാളും അവരുടെ അടുത്ത് സമരത്തിന് പോയിട്ടില്ല. ഞങ്ങൾക്ക് തെളിവാത്. സംസ്ഥാന സർക്കാർ ഈ രണ്ട് ടേം ആയല്ലോ LDF സർക്കാർ വന്നതിന് ശേഷം ആശാ വർക്കർമാരുടെ വേതനത്തിലൊക്കെ വർധനവ് വരുത്തിയിട്ടുണ്ടോ? വർധനവ് വരുത്തിയിട്ടുണ്ട്. എത്ര വർധനവ് വരുത്തി? ഞങ്ങൾ 300 രൂപയെന്ന് തുടങ്ങിയതായിരുന്നു. അത് പിന്നെ വർദ്ധിച്ച് 1000 ആയി. ഇപ്പം നമ്മൾ 7000 രൂപയിലാണ് നിൽക്കുന്നത്. 7000 എന്ന് പറയുന്നത് ഇപ്പം 13,200 രൂപ വരെ ഞങ്ങൾക്ക് വേതനം കിട്ടുന്നുണ്ട് എന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലധികം വാങ്ങുന്നവരുമുണ്ട്, പക്ഷേ അതിൽ താഴെ വാങ്ങുന്നവരുമാണ് ഉള്ളത്. ഇൻസെൻറ്റീവ് അടക്കം 13,000. അതെ, ഇൻസെൻറ്റീവ് അടക്കം. ഓണറേറിയം 7000 തരുന്നത് ഉപാധിരഹിത ഓണറേറിയം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. നമ്മൾ ഫുൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ
റിവ്യൂ മീറ്റിംഗ് അങ്ങനെ ചില അടിസ്ഥാനരഹിതമായ പല മീറ്റിങ്ങുകളും നടത്തുമ്പോൾ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതിനകത്ത് 700 രൂപ വെച്ച് ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ഒരു മാസത്തിന് 30 ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വേതനം കട്ട് ചെയ്യുന്നത്. അത് തീർത്തും എടുത്തു കളഞ്ഞ് ഉപാധിരഹിത ഓണറേറിയം ഞങ്ങൾക്ക് നൽകണം എന്നതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ഇവരുടെ ഈ സമരം വലിയ തോതിലുള്ള ചർച്ചയായിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമായിരുന്നില്ലേ? അത് ഗുണമായിരുന്നില്ലേ എന്ന് ചോദിച്ചതിൽ ഞങ്ങൾ അനുകൂലിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഇതിനു മുന്നേ ഞങ്ങൾ ഇതുപോലെ രാപ്പകൽ സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. CITUവിൻ്റെ ഏതെല്ലാം മുദ്രാവാക്യമാണോ അത് തന്നെയാണ് അവരും ഏറ്റെടുത്തിട്ട് പറയുന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ സമരത്തിന് മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു പരാതിയില്ല. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ സമരം നടത്തുന്നത്. ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾക്ക് ആവശ്യം നേടണം, അതാണ് ഞങ്ങളുടെ ഇത്. എന്തായാലും നിങ്ങളുടെ ഈ ആവശ്യം സർക്കാർ ഗൗരവത്തിലെടുക്കും എന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഗവൺമെൻറ് ഞങ്ങളെ അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളാരും ഈ തിരുവനന്തപുരത്തെ സമരത്തെ അംഗീകരിക്കുന്നില്ല? ഇല്ല 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 ഇത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് അതിശക്തമായ ഒരു പ്രക്ഷോഭം, അവർ 17 ദിവസമായി തുടരുന്ന ആ പ്രക്ഷോഭം, അതിൽ പക്ഷേ എത്ര ആളുകളുണ്ട് എന്നത് നിങ്ങൾ നോക്കണം എന്നാണ് CITU സംഘടന വ്യക്തമാക്കുന്നത്. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത CITUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ തന്നെ പറഞ്ഞത് CITU ആശാ വർക്കർമാർക്കൊപ്പമുണ്ട്, സർക്കാർ ഒപ്പമുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരാജക അല്ലെങ്കിൽ ഒരു അരാഷ്ട്രീയവാദികളായ ചിലരുടെ സമരം എന്നാണ് ഇപ്പോൾ CITU ആ തിരുവനന്തപുരത്തെ സമരത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുതന്നെയാണ് ഈ ആശാ വർക്കർമാർ, CITUവിന് കീഴിൽ അണിനിരന്നിട്ടുള്ള ആശാ വർക്കർമാരും വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.